ഹലോ ഗായ്സ്, എല്ലാവരും സെറ്റായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നോ? ഞാൻ ദേ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. ഞാൻ ദേ ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. എനിക്കിടയ്ക്ക് ഇങ്ങനത്തെ പ്രാന്തൊക്കെ ഉണ്ട്. വീട്ടിൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ മടുക്കുമ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വന്നിരിക്കും. ഇവിടെ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അനിയൻ്റെ ഒപ്പം കെട്ടിൻ്റെ അവിടെയൊക്കെ പോയിരിക്കാറുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് നടക്കാൻ പോയിട്ടോ. അപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല, അതുകൊണ്ട് എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. നല്ല രസമുണ്ടായിരുന്നു പ്രകൃതി കാണാനായിട്ട്. ഈ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ്, അല്ലെങ്കിൽ എന്താ പോസിറ്റീവ് വൈബ് എന്ന് അതിനെ പറയുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നല്ലൊരു ഗുഡ് ഫീലിംഗ് കിട്ടും രാവിലെ ഒരു 6 മണിക്കൊക്കെ എണീക്കുമ്പോൾ കേട്ടോ. ഞങ്ങളിന്ന് നടക്കാൻ പോയത് ഒരു 7 മണിക്കൊക്കെയാണ്. അപ്പോൾ കെട്ടും വെള്ളവും ഒക്കെ ഇങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ നടന്നപ്പോൾ എന്തോ മനസ്സിനൊരു ശാന്തത, സമാധാനം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം കിട്ടിയായിരുന്നു. എനിക്കെന്തെങ്കിലും വിഷമമൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ, ഇപ്പം എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷേ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഞാൻ കൂടുതലും വന്നിരിക്കാറുള്ളത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. സ്കൈ, അതുപോലെ തന്നെ പുഴ, കെട്ട്, പച്ചപ്പ്, ഇതൊക്കെ എൻ്റെ മനസ്സിന് ഭയങ്കര ശാന്തത, സമാധാനമൊക്കെ നൽകുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇത് എൻ്റെ വീട്ടിലെ പുളിമരമാണ്. വീടിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്, അതായത് കിഴക്കേ സൈഡിലൊക്കെ ആയിട്ടാണ് നിൽക്കണമെന്ന് പറയാം. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ കയറുമ്പോഴാണ് നമുക്ക് ഇതിൽ നിന്ന് പുളി പറിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാം നല്ല പഴുത്ത് സെറ്റായിട്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം. കുറച്ച് നേരമായി ഞാനിവിടെ വന്ന് നിൽക്കുന്നു. ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ വീഡിയോ കട്ടാക്കിയത്. ഞാൻ ഒരു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിളിച്ചോളൂ, അപ്പോൾ തന്നെ അവർ വീട്ടിലെത്തി കേട്ടോ. ഞാൻ ചെയ്ത ഓർഡറാണത്. ഞാൻ മീഷോന്ന് ഒരു സ്കേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സ്കേർട്ട്. അപ്പോൾ അതാണ് വന്നേക്കുന്നത്. പിന്നെ എന്താ വന്നേക്കണമെന്ന് എനിക്കറിയില്ല, 2 എണ്ണം വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും മൊത്തം വന്നിട്ട് ഞാൻ നിങ്ങളെ ഇരുന്ന് സമാധാനത്തോടെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. ഓരോന്നോരോന്ന് കാണിക്കണ്ടല്ലോ, അതും ഒരു കണ്ടൻ്റ് ആണല്ലോ. ഓക്കെ, അത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചക്ക വരട്ടിയത് കേട്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ഇപ്പോൾ എന്താ പറയുക, അമ്മാമ്മ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ചക്ക വരട്ടിയത് കഴിച്ചിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഈ ചക്ക വരട്ടിയതെന്ന് പറയുന്നത്. അപ്പം ഞാൻ അത് ഇന്ന് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. യൂട്യൂബൊക്കെ നോക്കി പഠിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത് ഉണ്ടാക്കാം. ഇവിടെ ചക്ക കിട്ടുന്നത് അങ്ങനെ അത്രയ്ക്ക് എളുപ്പം കിട്ടത്തില്ല. ലോറിക്കാരൊക്കെ വരണം, വണ്ടിക്കാരൊക്കെ വരണം. പിന്നെ ഏതെങ്കിലുമൊക്കെ കടകളിൽ ഇവിടെ അങ്ങനെ ചക്ക ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വണ്ടിക്ക് വരണതാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോഴാണ് അച്ഛൻ ചക്ക വാങ്ങിച്ചുകൊണ്ട് വരാറുള്ളത്. ചക്ക വരട്ടിയത് ഇവിടെ അമ്മമ്മ ഉള്ളപ്പോഴേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് ആദ്യമായിട്ട്. അപ്പം നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ ഞാൻ ചക്ക വരട്ടിയതൊക്കെ ഉണ്ടാക്കാനായിട്ട് പോയിട്ട് അത് നടന്നില്ല കേട്ടോ. കാരണം ശർക്കര ഉണ്ടായിരുന്നില്ല. ഞാൻ ശർക്കര ഉണ്ടോയെന്നൊന്ന് നോക്കാണ്ടാണ് വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ പറയുന്നത് ശർക്കരയിലാണ്. അപ്പം നമുക്ക് ഇന്നത്തേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ ഇന്നലെ ഒരു 7:30 ടൈമൊക്കെ ആയി ഞാനത് ഉണ്ടാക്കാനായിട്ടൊക്കെ നിന്നപ്പോൾ. പിന്നെ നമുക്ക് സമാധാനത്തോടെ ശർക്കരയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുണ്ടാക്കാമെന്ന് വെച്ചു. പൊന്നമ്മ വീഡിയോ എടുക്കുക. എൻ്റെ ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, പൊന്നു അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചാണ്, ഞങ്ങളുടെ നെയ്ബർ തന്നെയാണ്. അപ്പോൾ അവൾ എന്തെന്നാ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനായിട്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ അവളും എല്ലാവരുമൊക്കെ, ഇവിടങ്ങളിലുള്ള എല്ലാവരും എനിക്ക് ഭയങ്കര, അതായത് ഇവിടങ്ങളിലുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ചെയ്യുന്നുള്ളത്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നുള്ളത് ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കൊരു കോൺഫിഡൻസ് കുറവായിരുന്നു. എന്നെ അറിയാവുന്ന വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇത് ഞാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് അറിയത്തുള്ളായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ അത് വാട്സപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടപ്പോൾ ഒരുപാട് പേര് മെസ്സേജൊക്കെ അയച്ചു, കീപ് ഗോയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പ്രചോദനമായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ തളർത്തിയില്ലാരും. എനിക്ക് ഒരു ചമ്മലും കോൺഫിഡൻസ് കുറവൊക്കെ ആയിരുന്നു. ഞാനിങ്ങനെ ആരോടെങ്കിലും ഇങ്ങനെ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ കളിയാക്കിയാലോ അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ആരും എന്നോട് പറഞ്ഞില്ല കേട്ടോ. അതിനെനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും ചെയ്യണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഫസ്റ്റ് ഒരു പ്രചോദനം തന്നത്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് തന്നത് സേതു ചേച്ചിയാണ് കേട്ടോ. സേതു ചേച്ചി എൻ്റെ വീഡിയോ കണ്ടിട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു റെഗുലറായിട്ട് വീഡിയോ ഇടണം, എൻ്റെ സംസാരം നല്ലതാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും ഇഷ്ടത്തോടെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകളുണ്ടാകുമ്പോൾ ഒരാളെങ്കിലും നമുക്ക് ഉണ്ടായാൽ മതി.
അത് നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. എനിക്കങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ സമയം സംസാരിച്ച സമയം ഒരുപാട് പോയിട്ടുണ്ട്. ഇപ്പം നമുക്ക് എക്സസൈസ് ചെയ്യാം. ഇവിടെ മഴ ഒക്കെ പെയ്ത് തോർന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഇവിടെ വെള്ളമൊക്കെ കിടക്കുന്നുണ്ട്, പക്ഷെ തെന്നാൻ മാത്രം പാകത്തിലുള്ള വെള്ളമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ എക്സസൈസ് ചെയ്യാം. ഇന്നലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എക്സസൈസ്. എൻ്റെ അനിയൻ 1 വർഷത്തോളമായി ഇപ്പം മുടങ്ങാണ്ട് എക്സസൈസ് ചെയ്യുന്നു. അവൻ രാവിലെയും രാത്രി എക്സസൈസ് ചെയ്യും. കിടക്കുന്നതിന് മുന്നേയും ചെയ്യും, രാവിലെ എണീക്കുമ്പോഴും ചെയ്യും. അതെങ്ങനെയാണോ അവൻ മുടങ്ങാണ്ട് ചെയ്യണതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ എന്താ പറയുക, റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളൊന്നുമല്ല. പക്ഷെ ഒരു സമയത്ത് അവൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതവൻ നിർത്തിയിട്ടില്ല. പക്ഷെ ഞാൻ കുറേ മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ നിർത്തും. പിന്നെ കുറേ കാലം കഴിഞ്ഞ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും, പിന്നെ നിർത്തും. ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞാണ് ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനി ഇത് നിർത്തരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ശരീരം കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുപോലെ ഒന്ന് ഇതാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ എക്സസൈസ് വേണം. പിന്നെ അതുമാത്രമല്ല, നമ്മളുടെ ഹെൽത്ത് പരമായിട്ട് കുറേ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആരുമല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ ഞാൻ പോയി എക്സസൈസ് ചെയ്യട്ടെ. അമ്മ എന്നോട് ഇവിടെ വന്നപ്പോൾ തുടങ്ങി പറയാൻ കേട്ടോ, മോളെ എന്തെങ്കിലുമൊക്കെ നീ ശരീരം അനക്കി എന്തെങ്കിലും ഒന്ന് ചെയ്യ്, രാവിലെ എണീറ്റ് കുറച്ച് നേരം ഒന്ന് എക്സസൈസോ അല്ലെങ്കിൽ ഡാൻസെങ്കിലും കളിക്കുന്നുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ വലുതായി കഴിയുമ്പോൾ കയ്യിനും കാലിനൊക്കെ വേദന ആയിട്ടിരിക്കുക എന്നുള്ള കേട്ടോ. അമ്മ പറയാറുള്ള കാര്യമാണ്, ശരീരത്തിന് വേണ്ടി നമ്മുടെ ബോഡിക്ക് വേണ്ടി നമ്മൾ ഒരു 30 മിനിറ്റെങ്കിലും മാറ്റി വെക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു തോന്നിയേക്കാണ് ഇതിൽ പിടിച്ചങ്ങ് കയറാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഇന്നത് ചെയ്യുന്നൊക്കെ പറഞ്ഞു തരുന്നത് അനിയനാണ് കേട്ടോ. അവൻ 1 കൊല്ലത്തോളം ഞാൻ പറഞ്ഞില്ലേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അവൻ്റെ ഉപദേശങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കാറുണ്ട്. പിന്നെ ഡോക്ടർ ഒരു എക്സസൈസ് പറഞ്ഞു തന്നിട്ടുണ്ട്, അതും ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മളിതേ എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് നാളല്ല, ലൈഫ് ടൈം കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നമ്മളുടെ ബോഡിക്ക് വേണ്ടി നമ്മൾ ഒരു 30 മിനിറ്റ് മാറ്റി വെച്ചില്ലെങ്കിൽ പിന്നെ ആരും മാറ്റി വെക്കാനാണ്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ എക്സസൈസൊക്കെ കഴിഞ്ഞ് താഴെ എത്തിയിട്ടുണ്ട്. എന്താണ് ഡോൺ അവിടെ കിടന്ന് എന്തൊക്കെയോ വർത്താനം പറയാൻ ശ്രമിക്കുന്നുണ്ട്, കണ്ടോ? എനിക്കാണെങ്കിൽ കൈക്കും കാലിനൊക്കെ നല്ല വേദനയുണ്ട്. ഇന്നലെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കണേ, അതിൻ്റേതായിട്ടുള്ള ഒരു വേദന. അപ്പം ഞാൻ അനിയനോട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, ഭയങ്കര വേദന എടുക്കുന്നത്. അപ്പം അവനാണ് എനിക്ക് ഇന്നത് ചെയ്യുന്നൊക്കെ പറഞ്ഞു തന്നേക്കണത്. പക്ഷേ അവൻ പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരു 3-4 ദിവസം ഉണ്ടാവും, അത് കഴിയുമ്പോൾ താനെ നോർമലാവും എന്ന് പറഞ്ഞു. എന്തായാലും മുടക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ മുടക്കാണ്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ എക്സസൈസ് കഴിഞ്ഞത് താഴെ വന്നപ്പോൾ അമ്മ നല്ല ചപ്പാത്തിയും കുറുമക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് ഇപ്പോൾ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ, ചപ്പാത്തിയും കുറുമക്കറി എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ ഈ ചപ്പാത്തി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാനും ആർദ്രയും കൂടി ഹോസ്റ്റലിൽ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് കേട്ടോ. വളരെയധികം പരിതാപകരമായിരുന്നു അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്കത് അന്ന് അമൃതമായിരുന്നു, ഇനി ചെല്ലുമ്പോഴും അത് ഞങ്ങൾക്ക് അമൃത തന്നെയായിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനി നേരെ പോയി ഫോൺ കുത്തിയിടാം കേട്ടോ. എൻ്റെ ഫോണിലൊട്ടും ചാർജില്ല. ഇന്ന് എനിക്ക് കുറച്ച് പുറത്തൊക്കെ പോകാനുണ്ട്. അനിയത്തിയുടെ കൂടെ അക്ഷയയിൽ പോകണം, എന്നിട്ട് അലോട്ട്മെൻറ്റ് വെക്കണം. അവളിപ്പോൾ +2 കഴിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഡിഗ്രിയുടെ ഒരു കോഴ്സ് നോക്കുന്നുണ്ട്, അതിനുള്ള അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ പോയിട്ട് നമുക്കതൊക്കെ ചെയ്തിട്ട് വരാം. ഹേ ഗായ്സ്, ഇപ്പോൾ ഒരു 10:59 ആയിട്ടുണ്ടോ. നമുക്ക് വേഗം പോയി അക്ഷയയിൽ പോയി വരാം. 10 മണിക്ക് പോകണമെന്ന് വിചാരിച്ചാണ്. സമയം കുറച്ച് വൈകിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം പോയി അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാൻ പറ്റണേന്ന പ്രാർത്ഥന. അക്ഷയരായതുകൊണ്ട് ഇപ്പോൾ തിരക്കുണ്ടാവാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. 10ാം ക്ലാസ്സുകാർ ഇപ്പോൾ അവരുടെ ക്ലാസ്സും കഴിഞ്ഞു, പിന്നെ +2കാരുടെയും കഴിഞ്ഞല്ലോ. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും നല്ല തിരക്കുണ്ടാവും. 1 മണിയൊക്കെ ആയിട്ടോ അക്ഷയയിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർന്നു വന്നപ്പോൾ ശരിക്കും അടുത്തു എന്ന് പറഞ്ഞാൽ ശരിക്കും അടുത്തു. ഒരുപാട് പോസ്റ്റായി ഇന്ന് ഞാൻ അവിടെ. അങ്ങനെ നമ്മുടെ ഒരു കടയിൽ ലൈമൊക്കെ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അവിടെ ലഡ്ഡു ഇരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഒരു കൊതി വന്നിട്ട് കഴിച്ചതാണ്. ലഡ്ഡു, ജിലേബി, പേട, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു ഗായ്സ്. അപ്പോൾ ഇപ്പോൾ സമയം എത്ര മണിയായിട്ടുണ്ട്? ഇപ്പോൾ സമയം ഒരു 4:02 ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ
നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അനിയന് നിഷ്കൈനീട്ടം കിട്ടിയ പൈസ അവൻ അനക്കാണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഇവന്റെ ഓസിന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നീ വിളിച്ചിട്ടല്ലേ അവനെ? ഞാൻ എനിക്കാണെങ്കിൽ കാലുവേദന എടുക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. കാരണം ഞാൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര വേദനയാണ് കാല്. ഈ തൊട രണ്ടും നല്ല എക്സസൈസ് ഇല്ല. ഞാൻ 2 ദിവസം അടുപ്പിച്ച് ചെയ്തു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും, ഉറപ്പിച്ച്. 2 ദിവസമായിട്ടുള്ളൂ. അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, കാലിന് ഭയങ്കര വേദനയാണ്. അതുകൊണ്ട് ഞാൻ ഇവനോട് പറഞ്ഞായിരുന്നു കുറേ പ്രാവശ്യം വന്നില്ല എന്ന്. പക്ഷെ ഇവൻ സമ്മതിക്കുന്നില്ല. ഇവൻ്റെ നിർബന്ധത്തിന് ഞാൻ ഇവൻ്റെ ഓസിന് ഫുഡ് കഴിക്കാൻ പോവാണ് അല്ലേ? കാശ് കാട്ടിയൊന്നും പറഞ്ഞു. കാശ് ഓക്കെ, ഇവൻ്റെ കാശ് ഇവൻ അക്ഷയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് അനിയനും കൂടിയും അവരുടെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചത്. കുറേ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കിയെങ്കിലും അവർ സമ്മതിച്ചില്ല. ഇപ്പോൾ അവരുടെ നിർബന്ധത്തിനാണ് ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അനിയന് ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ തോന്നും കേട്ടോ, നമ്മളെ കൂടി ഫുഡ് കഴിക്കാൻ പോകാൻ. അവർക്ക് ഒരുപാട് നാളായി അവൻ ഈ പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് ഫുഡ് കഴിക്കണം എന്നാണ് അവൻ പറയുന്നത്. അവൻ ഭയങ്കര ഭക്ഷണപ്രിയനാണ്, ഭയങ്കര ഫുഡിയാണ്. അപ്പോൾ ഞങ്ങളെയും കൂടി ഇപ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കണമെന്ന് എനിക്കിപ്പോൾ തോന്നണില്ല. പിന്നെ എനിക്ക് കാലിന് വയ്യ. ഞാൻ പറഞ്ഞില്ലേ, എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. ഞാനൊരു സൂത്രം കാണിച്ചൊരു മിനിറ്റ്. അത് കണ്ടോ, താറാക്കൂട്ടങ്ങൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മിനിറ്റ്. അപ്പോൾ അതെ നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോണ വഴിക്ക് നമ്മൾ പഞ്ചാരപ്പഴമരം കണ്ടു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ പഞ്ചാരപ്പഴമൊക്കെ കഴിച്ച് ആണ് പോകുന്നത്. ഇവിടെ ഇതിനെ പഞ്ചാരപ്പഴം എന്നാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എന്തായാലും ഫുഡൊക്കെ കഴിച്ച് വരണ വഴിക്ക് നമുക്കിവിടെ ഒന്ന് കയറണം. അങ്ങനെ ദേ നമ്മളുടെ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ടേബിൾ റെസ്റ്റോറൻ്റാണ് കേട്ടത്. ഇവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടുള്ളൊരു കടയാണ് കേട്ടോ. വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരെ നടക്കാനുള്ളൂ. അനിയന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇന്നെന്തോ താല്പര്യമില്ല കഴിക്കാനായിട്ട്. ഒന്നാമത് എൻ്റെ വയറ് അത്യാവശ്യം ഫില്ലൊക്കെ ആയിട്ടിരിക്കുന്നതാണ്. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. നല്ല ഫുഡൊക്കെ ആണെന്നാണ് ഫ്രണ്ട്സ് പറഞ്ഞേക്കുന്നത്. എന്തായാലും കഴിച്ചു നോക്കാം. നമ്മൾ 3 പേരും ഇവിടെ നിന്ന് ഫസ്റ്റ് ടൈമാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതേ ഞാൻ ഓർഡർ ചെയ്തത് ഒരു ഷവർമയാണ്. അനിയൻ ബട്ടർ പൊറോട്ട ഏട്ടാ അത് ബട്ടറിലിട്ട് ഉണ്ടാക്കുന്നത് അരിയാ, ചിക്കൻ കറി, പിന്നെ കൊത്തു പൊറോട്ട, ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. വെള്ളം വന്നിട്ടില്ലല്ലോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പം നമ്മളൊരു പറമ്പിൽ വന്നേക്കണം കേട്ടോ. ഞാൻ സൂത്രം കാണിച്ചതാണ് നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞില്ലേ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കയറണമെന്ന്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ കടലാസ് പൂ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഉണ്ടായിരിക്കണം കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഒരു തൈയാണ് ഞാൻ, അതായത് ഈ കളറിൻ്റെ ഒരു തൈയാണ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി നട്ട് വെച്ചേക്കുന്നത്. അടുത്ത കൊല്ലം ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ ഒന്നും ഉണ്ടായില്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മുടെ വീട്ടിലും ഈ കടലാസ് പൂ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനൊരു വീഡിയോ എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു കേട്ടോ. പക്ഷേ അനിയൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഒടുക്കത്തലപ്പായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ഫോട്ടോ എടുത്തു. അത് ഞാൻ ഇന്നലെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഫുഡ് നല്ലോണം അതൊക്കെ സംസാരിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? മത്ത് പിടിച്ച് ചക്കരക്ക് നല്ലോണം മത്ത് പിടിച്ച് എല്ലാവർക്കും മത്ത് പിടിച്ച്. എനിക്കും മട്ടിച്ചു. എനിക്ക് ഫുള്ള് എടുത്ത് കഴിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു കൊത്തു പൊറോട്ടയാണ് വാങ്ങിച്ചത്. കുഞ്ഞൻ ബട്ടർ പൊറോട്ടയും പിന്നെ എന്തായിരുന്നു ചിക്കൻ കറി ആയിരുന്നു. ചിക്കൻ കറി അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ബട്ടർ പൊറോട്ട മത്ത് പിടിച്ചവൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ 5-6 പൊറോട്ട ഞാൻ കഴിക്കുന്നൊക്കെ പറഞ്ഞ് പോകുന്നതാണ് കേട്ടോ. 2 എണ്ണം കഴിച്ചപ്പോഴേക്കും അവന് പിന്നെയും കഴിക്കണമെന്ന് തോന്നി. പിന്നെ 2 എണ്ണം വാങ്ങിച്ചു. അതിൽ അവന് 1 എണ്ണേ കഴിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ബാക്കിയുള്ളത് പാഴ്സലൊക്കെ ആക്കിക്കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെന്താ പോവാന്നെ, അത് പാഴ്സലാക്കാവുന്ന ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. മാക്സിമം ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചോദിക്കാനായിട്ടുള്ളൊരു മടി കൊണ്ട് ചോദിച്ചില്ല. കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അത്രക്കങ്ങ് തൃപ്തി വന്നു വെച്ചാൽ അത്രക്കങ്ങ് തൃപ്തി വന്നില്ല. സാധാരണ ഞാൻ ഷവർമയൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്ത ഷവർമയൊക്കെ ഞാൻ കഴിക്കാറുള്ളതാണ്, ഒരു ഫുൾ ഷവർമയൊക്കെ. പക്ഷേ ഇവിടുത്തെ ഷവർമ ഫില്ലിങ് കൂടിപ്പോയോ എന്താണെന്നറിയില്ല. കുറച്ച് കഴിച്ചപ്പോഴേക്കും മടുത്തു. ഇനി നമ്മൾ കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ ആക്ഷൻ കാണിച്ച് പറയണുണ്ടല്ലേ. ഞാനിപ്പോൾ എടുത്ത എൻ്റെ വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. എൻ്റെ ഈ കൈ കൊണ്ടുള്ള ആക്ഷൻ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അത്
അതെനിക്കൊന്ന് നിയന്ത്രിക്കണം എന്നുണ്ട്. എന്താണെന്നറിയില്ല, ഒരു കൈ എനിക്ക് വെറുതെ വെക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ദേ നമ്മൾ പഞ്ചാരപ്പഴ മരത്തിൻ്റെ അടുത്ത് വീണ്ടും എത്തിയിട്ടോ. ഇതാണ് ഞാൻ പറയുന്ന പഞ്ചാരപ്പഴം എന്ന് പറയുന്നത്. നിങ്ങളുടെ അവിടെ ഇതിനെന്താ പറയുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞങ്ങളുടെ അവിടെ ഇതിനെ കൂടുതലും പഞ്ചാരപ്പഴം എന്നാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും പേര് ഇതിനുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ദേ നമ്മൾ ഇന്നലെ ബാക്കി വെച്ച ചക്കപ്പരട്ട ഉണ്ടാക്കാൻ പോവാം. ചക്കപ്പരട്ടല്ലോ, ചക്ക വരട്ടിയത് കേട്ടോ. റെസിപ്പി ഞാനിതിൽ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, എത്രത്തോളം നന്നാവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല പഴുത്ത ചക്ക കേട്ടോ. ഈ ചക്കയ്ക്ക് ഒടുക്കത്ത മധുരമാണ്. നമുക്ക് വല്ലപ്പോഴൊക്കെയാണ് ചക്ക കിട്ടുന്നത്. ചക്ക കിട്ടുമ്പോൾ നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ കിട്ടാറും. ഞാൻ ദേ ഈ ഉരുളിയിലാണ് ചക്ക പുരട്ടാൻ പോകുന്നത്. ഉരുളിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് ദേ ഈ ശർക്കര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിനേക്കാൾ കൂടുതൽ പൊടിയണം എന്നായിരുന്നു കേട്ടോ അമ്മ ഇത് കണ്ടപ്പോൾ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഈ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കാൻ വെക്കാം. എനിക്കൊരബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചക്ക മിക്സിയിലിട്ട് അടിച്ചിട്ടായിരിക്കണം അതിലോട്ട് ഒന്ന് പുരട്ടാനായിട്ട്, അല്ലെങ്കിൽ പുരട്ടാനോ എന്തായാലും പറയണേന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ആ ഒരു ഉരുളിയിലോട്ട് എടുത്തിടാനായിട്ട്, കാരണം അല്ലെങ്കിൽ കുറേ സമയം പിടിക്കും ഈ ചക്ക ഒന്നിങ്ങനെ പെരണ്ട് ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വരണമല്ലോ, അതിന് കുറേ ടൈം എടുക്കുമെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ശർക്കര നീരൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചൂടാറാൻ വെച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്തായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കുറേ നേരം ഇങ്ങനെ ഇട്ട് മണിക്കൂറുകളോളം ഇട്ടിങ്ങനെ പുരട്ടേണ്ടി വരും എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അത് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവായിട്ടോ. ഇനി നമുക്ക് ഇത് കൊണ്ടുവന്ന് നേരെ അടപ്പിലോട്ട് വെക്കാം. വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരത്തിനായിട്ട് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ശർക്കര ഉരുക്കിയത് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏലക്കാപ്പൊടിയും നല്ല ജീരകവും ചുക്കും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നല്ല മധുരമുള്ള ചക്കപ്പരട്ട റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. അപ്പോഴാണ് അമ്മ പറഞ്ഞത് നമുക്കിതുകൊണ്ട് അട ഉണ്ടാക്കാമെന്ന്. കുറച്ചൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അട ഉണ്ടാക്കി. അപ്പോൾ നല്ല വാഴൽ നോക്കി ഞാൻ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന്. ആ വാഴൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ദേ നമ്മുടെ ചക്കപ്പരട്ടും തേങ്ങയും ഗോതമ്പ് പൊടിയും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന എനിക്കറിയില്ല, അത് അമ്മയാണ് ചെയ്തത്. അതൊക്കെ കൂടി നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ വാഴയിലയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്താം. ഇതെല്ലാവർക്കും നോർമലി അറിയാവുന്ന കാര്യമുള്ള അട ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ പുളകിതയാവുന്നതിൽ അർത്ഥമില്ല എന്നെനിക്കറിയാം. നമ്മൾ ഒരു 20 അട ഉണ്ടാക്കിയെന്ന് തോന്നുന്നു കേട്ടോ മൊത്തത്തിൽ. എന്നാൽ നമ്മളുടെ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് നന്നായിട്ട് ഇങ്ങനെ മൂടി അടക്കി ആവി കൊള്ളാനായിട്ട് ഇങ്ങനെ വെച്ചു. കുറേ നാളത്തിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ അട കഴിക്കാൻ പോകുന്നത്. ഹോസ്റ്റലിൽ നിന്ന് അട ഉണ്ടാക്കിയിട്ടില്ല. ആർദ്ര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അട. അന്ന് ഞങ്ങൾ തമ്മിൽ ചെറുതായിട്ടൊരു സൗന്ദര്യപ്പിണക്കൊക്കെ അന്നാണോ ഉണ്ടായത്? എന്നോ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അടയുടെ പേരിലാണോന്ന് അറിയില്ല. എന്തായാലും അമ്മയുടെ അട ഞാൻ കഴിക്കുന്നത് കുറേ കാലത്തിന് ശേഷമാണ്. നമ്മുടെ ഇഡ്ഡലി ചെമ്പ് തുറന്നപ്പോൾ തന്നെ ഒടുക്കത്തെ മണമായിരുന്നു കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ എടുക്കണ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഒടുക്കത്തെ ടേസ്റ്റാണെന്ന്. ഞാൻ കഴിച്ചു നോക്കി, എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റായിരുന്നു. ആ ചക്കേൻ്റെ ആ കുത്തൊക്കെ ഉണ്ടല്ലോ അങ്ങ് എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനെ ചക്കട എന്ന് നമുക്ക് പറയാമല്ലേ, ചക്കട എന്ന് തന്നെയാണല്ലോ, ചക്കടയാണ് നമ്മൾ ഉണ്ടാക്കിയത്, പ്രത്യേകിച്ച് പറയണ്ട. ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു, അടിപൊളി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിയാറായിട്ടോ. ഈ ചക്കടയോടുകൂടി ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു 9 മണിക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.